വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ നായകൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ അവനാ പറയുന്നത്. നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. മഴ നിയന്ത്രിക്കുന്ന, സൂര്യനെ നിയന്ത്രിക്കുന്ന ആ പടച്ച തമ്പുരാനോട്. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. ഹാദാ ഖൽഖുല്ലാഹ് ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. നോക്കൂ, വല്ലാത്തൊരു പ്രഖ്യാപനം. നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ മേലാത്ത തൂണുകളാൽ അല്ലാഹു ആകാശത്തെ നാട്ടി നിർത്തി. ഭൂമി നിങ്ങളെയും കൊണ്ടിളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കി. ശ്രീരാമനല്ല പർവ്വതം നിർമ്മിച്ചത്, ശ്രീകൃഷ്ണനല്ല പർവ്വതം നിർമ്മിച്ചത്, മുഹമ്മദ് നബി അല്ല പർവ്വതം സംവിധാനിച്ചത്, യേശുക്രിസ്തുവല്ല പർവ്വതം സംവിധാനിച്ചത്. പിന്നെയോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലിലാഹ് അല്ലാഹു. ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر. രാവ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. രാവിനെ പടച്ചവൻ അല്ലാഹ്. ഏതോ ഒരു രാവിൽ ജനിച്ച ആള് ദൈവമല്ല. ചിങ്ങമാസത്തിൽ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിച്ച ശ്രീകൃഷ്ണൻ ദൈവമല്ല. ആമിനയുടെ അബ്ദുള്ളയുടെ മകനായി റബീഉൽ അവ്വൽ മാസത്തിൽ ജനിച്ചു എന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള തിങ്കളാഴ്ച പ്രഭാതത്തിൽ ജനിച്ച മുഹമ്മദ് അല്ലാഹുവിന്റെ വായു ശ്വസിക്കുന്ന, അല്ലാഹുവിന്റെ വെള്ളം കുടിക്കുന്ന, അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവ്യത്വം അവകാശപ്പെട്ടില്ല, ദൈവാവതാരമാണെന്ന് പറഞ്ഞില്ല. മറിച്ച് രവിശങ്കറിനോട് ജോൺ ബ്രിട്ടാസ് ചോദിച്ചു, കൈരളിയുടെ ജോൺ ബ്രിട്ടാസ് ചോദിച്ചു, അങ്ങ് ദൈവമാണോ? അങ്ങയെ എന്താ വിളിക്കേണ്ടത്? ജനങ്ങൾ എന്നെ എന്തും വിളിച്ചു കൊള്ളട്ടെ, ദൈവമെന്ന് വിളിക്കട്ടെ, അവതാരമെന്ന് വിളിക്കട്ടെ, എനിക്ക് പ്രശ്നമില്ല എന്ന അഹങ്കാരമാണ്, ദുരഭിമാനമാണ്. നമ്മൾ എന്താണോ അതേ നമ്മളെ വിളിക്കാവൂ, എന്തും വിളിക്കാൻ പാടില്ല. ഒരാളുടെ മുഖത്ത് നോക്കി കള്ള, ചെമ്മാടി എന്നൊരാൾക്ക് വിളിക്കാൻ ലൈസൻസ് കൊടുത്തുകൂടാ. മുഹമ്മദ് നബിയോട് 14 നൂറ്റാണ്ട് മുമ്പ് അറബ് ജനത ചോദിച്ചു, അങ്ങനെ ഞങ്ങൾ എന്താ വിളിക്കേണ്ടത്? അങ്ങാരാണ്? ഖുലൂ, നിങ്ങൾ എന്നെ വിളിക്കണം, നിങ്ങൾ എന്നെ വിളിച്ചോളൂ. അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. കണ്ടോ, ഞാനൊരു ദൈവമാണ്, ദൈവത്തിന്റെ അവതാരമാണ്, ദിവ്യത്വമുണ്ട്, നിങ്ങൾ എന്നെ ആരാധിച്ചോളൂ എന്ന് പറയാനല്ല. ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറാ. ഈസാ ഇബ്നു മറിയം ക്രിസ്ത്യാനികൾ ഈസാ നബിയെ വെക്കേണ്ടിടത്ത് വെക്കാതെ ദൈവത്തിലേക്ക് ഉയർത്തിയതാണ്. ലാ തഖ്ലൂ ഫീ ദീനിക്കും യാ അഹ്ലൽ കിതാബ്. അല്ലയോ വേദക്കാരെ, ലാ തഖ്ലൂ ഫീ ദീനിക്കും. മതത്തിൽ നിങ്ങൾ അതിരുകവിയരുത്. മതത്തിലെ അതിരുകവിച്ചിൽ മനുഷ്യന്റെ തീവ്രവാദത്തിന്റെ ഭാഗമാണ്. മതത്തിലെ അതിരുകവിച്ചിൽ തീവ്രവാദമാണ്, ഭീകരവാദമാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത. നിങ്ങൾ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരാണ്. മധ്യമ നിലപാടാണ് നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ പ്രത്യേകത. തീവ്രവാദമില്ലാത്ത, അങ്ങേയറ്റത്തെ മിതത്വമില്ലാത്ത, രണ്ടിന്റെയും ഇടയിൽ ജീവിക്കുന്ന ഉന്നതമായ ഒരു ജനപദമാണ് നിങ്ങൾ. അതുകൊണ്ട് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ അടിമയാണ്, മാതൃകായോഗ്യനായ പ്രവാചകനാണ്. ഒരു നല്ല ഭർത്താവ് എന്ന നിലയിൽ, ഒരു നല്ല മകൻ എന്ന നിലയിൽ, ഒരു നല്ല പിതാവ് എന്ന നിലയിൽ, ഒരു നല്ല പിതാമഹൻ എന്ന നിലയിൽ, ഒരു നല്ല രാഷ്ട്രനായകൻ എന്ന നിലയിൽ, ഒരു നല്ല നീതിയുടെ കാവലാൾ എന്ന നിലയിൽ, ഒരു നല്ല കച്ചവടക്കാരൻ എന്ന നിലയിൽ, ഒരു നല്ല അയൽവാസി എന്ന നിലയിൽ, ഒരു നല്ല മതപ്രബോധകൻ എന്ന നിലയിൽ, ഒരു നല്ല മദ്യവിരുദ്ധ സമീപനം സ്വീകരിച്ച വ്യക്തി എന്ന നിലയിൽ, വ്യഭിചാരത്തിനെതിരെ ഉജ്ജ്വലമായ തത്വങ്ങൾ മെനഞ്ഞ മഹാനേതാവ് എന്ന നിലയിൽ, അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ച മഹാവ്യക്തിത്വം എന്ന നിലയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യണ സമുന്നിത മുഹമ്മദ് ഇരിക്കാത ശിഷ്യശാഖാ സമുന്നിതം. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശീയനായ ഒരു പ്രവാചകൻ വരും, മുഹമ്മദ് എന്ന പേരിൽ ഖ്യാതി നേടും, ശിഷ്യശാഖാ സമുന്നിതം, ശിഷ്യന്മാരോടുകൂടി വാഴുകയും ചെയ്യുമെന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകൻ. ആ ലോകത്തിന്റെ പ്രവാചകൻ അവതരിപ്പിച്ച സിദ്ധാന്തം ലോകത്ത് ശാന്തത നൽകി. അലാ അറിയണം, യഥാർത്ഥ അറിവതാണ്. അലാ അറിയണം. അറബി ഭാഷയിൽ അലാ എന്ന് പറഞ്ഞാൽ ഗൗരവപ്പെട്ട ഒരു കാര്യം പറയാൻ. അലാ, നിങ്ങൾ അറിയണം. എന്തറിയണം? ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾക്ക് സമാധാനം വേണോ? നിങ്ങൾക്ക് ശാന്തി വേണോ? നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ പടച്ച തമ്പുരാനെ സ്മരിക്കണം. ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തോ, അല്ലാഹു നിങ്ങളെ ഓർക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. 13-ാം അധ്യായം സൂറത്ത് റഅദ് 28-ാമത്തെ വചനം, 2-ാം അധ്യായം സൂറത്ത് ബഖറ 152-ാമത്തെ വചനം. അതെ, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്ക്, ദൈവത്തെ ഓർക്ക്. ഇതാ ഈ അടുത്ത കാലത്ത് നടന്ന വളരെ പ്രസിദ്ധ, നോക്കൂ, സിഗ്മണ്ട് ഫ്രോയിഡ്, ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രകാരൻ, മനഃശാസ്ത്രകാരൻ, പക്ഷെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ, സമാധാനമില്ലാതെ പോയ മനഃശാസ്ത്രജ്ഞനായ
വിജ്ഞാനിയായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. യുവാക്കളെ, നിങ്ങൾ ഫ്രോയിഡിനെ അറിയണം. യുവാക്കളെ, നിങ്ങൾ ഫ്രോയിഡിനെ മനസ്സിലാക്കണം. സിഗ്മണ്ട് ഫ്രോയിഡ് അനവധി മനുഷ്യരുടെ മനസ്സിനെ കുറിച്ച് അഗാധമായി പഠിച്ച സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന ഉന്നതനായ ശാസ്ത്രകാരൻ സ്ത്രീകൾക്കുണ്ടായ കുടുംബ പ്രശ്നങ്ങളെ അപഗ്രഥന സ്വഭാവത്തോടെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള തെറ്റിനെ കൂട്ടിച്ചേർത്ത മഹാനായ ശാസ്ത്രകാരൻ സിഗ്മണ്ട് ഫ്രോയിഡ്. ലോകത്തിന്റെ പ്രശ്നങ്ങളെ അപഗ്രഥന സ്വഭാവത്തോടെ പഠിച്ച സിഗ്മണ്ട് ഫ്രോയിഡ് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനാവാതെ, സ്വന്തം മനസ്സിനെ കൺട്രോൾ ചെയ്യാനാകാതെ, അർബുദ രോഗം പിടിപെട്ട് രോഗത്തെ സഹിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിന്റെ ബെഡിൽ കിടന്ന് പ്രഗത്ഭനായ ഡോക്ടറുടെ കാതിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു വാർത്ത പറഞ്ഞു. അറിയുമോ യുവാക്കളെ എന്ത് എന്ന്? അങ്ങനെ കൊന്നു തരണം, എന്നെ വധിക്കണം, എനിക്ക് വേദന സഹിക്കാൻ വയ്യ, എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാ. ആയിരങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന തത്വശാസ്ത്രം ലോകത്തിന്റെ മുമ്പിൽ അനവരതം വാക്തോരാതെ സംസാരിച്ച സിഗ്മണ്ട് ഫ്രോയിഡ് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ മരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ലോകത്ത് വിപ്ലവങ്ങൾ നയിച്ച VI ലെനിൻ വാതരോഗം വന്ന് കിടക്കുന്നു. VI ലെനിൻ ജോസഫ് സ്റ്റാലിന് കത്തെഴുതി, സ്റ്റാലിൻ, എന്റെ ശരീരം മുഴുവനും തളർന്നിരിക്കുന്നു, എന്റെ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടാൽ ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല, അങ്ങ് സൈനൈഡ് കൊണ്ടുവാ എന്നാ പറയുന്നത് അല്ലേ? ആർത്തിരമ്പുന്ന തിരമാലകളോട് മല്ലിട്ട് വഞ്ചിയിറക്കി ആഴക്കടലിൽ പോയി നടുക്കടലിൽ കൊമ്പനെ പിടിച്ചു തിരിച്ചു പോരുന്ന മുക്കുവന്റെ മനോഗതമാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ മനോഗതമെന്നാണ് അമേരിക്കൻ ഗറില്ല പോരാളി ചെഗുവേര പറഞ്ഞ വാക്കുകൾ. പക്ഷേ കമ്മ്യൂണിസത്തിന്റെ ആധികാരിക ആചാര്യനായ VI ലെനിന് വാതരോഗത്തെ പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് ഏത് അറിവ് മനുഷ്യന് സമാധാനം നൽകും? കേട്ടോ, ഒരൊറ്റ സംഭവമാണ് പറയുന്നത്. ഉർവത്ത് ബിൻ സുബൈർ, വിശ്വപ്രസിദ്ധനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ ഉർവത്ത് ബിൻ സുബൈർ. കേൾക്കണം, ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർ, ഇത് പ്രസംഗിക്കുന്ന ഞാൻ, കേൾക്കുന്ന നിങ്ങൾ, പ്രബോധക സംഘങ്ങൾ, ഉജ്ജ്വലരായ വാഗ്മികൾ എല്ലാം ഉള്ള ഒരു സദസ്സിലാണ് ഞാൻ പറയുന്നത്. പരീക്ഷണങ്ങൾ നങ്കൂരമിടുമ്പോ സഹിക്കാൻ കഴിയുമോ? നേരിടാൻ കഴിയുമോ? നെഞ്ചൂക്കൂടെ ഏറ്റെടുക്കാൻ കഴിയുമോ? ഭാര്യയെ സമാധാനിപ്പിക്കാൻ, മക്കളെ സമാധാനിപ്പിക്കാൻ, അയൽപ്പക്കത്തെ സമാധാനിപ്പിക്കാൻ. ബാപ്പ മരിച്ചു പിരിയുമ്പോ, ഉമ്മ മരിച്ചു പിരിയുമ്പോ, ഭാര്യ മാരക രോഗത്തിന് അടിമപ്പെടുമ്പോ, മക്കൾ പിഴച്ചു പോകുമ്പോ, അന്യപുരുഷന്റെ കൂടെ മകൾ ഓടിപ്പോകുമ്പോ, പരീക്ഷണങ്ങൾ നങ്കൂരമിടുമ്പോ, ഒരു സത്യവിശ്വാസിനിക്ക് പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. ഒരു കണ്ടിന്യൂസിംഗ് പ്രോഗ്രാമായി. ഉർവത്ത് ബിൻ സുബൈർ, കർമ്മശാസ്ത്ര പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വലതുകാലിന് പഴുപ്പ് ബാധിച്ചു. അദ്ദേഹത്തിന്റെ വലതുകാല്. സഹോദരിമാരെ, സിനിമ കാണുന്ന ലാഘവത്തോടെ, ഒരു കഥ പറയുന്ന ലാഘവത്തോടെ എന്റെ പ്രസംഗത്തെ നിങ്ങൾ കേൾക്കരുത്. ഒരു ഇസ്ലാമിക പ്രസംഗത്തെയും നിങ്ങൾ കേൾക്കരുത്. മാറാൻ, നെഞ്ചകത്ത് സ്വീകരിക്കാൻ, പരിവർത്തനം ഉണ്ടാകാൻ, അതിനുവേണ്ടി മാത്രമായിരിക്കണം ഈ സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വരുന്നത്. ഇത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് മുടക്കുന്ന സലഫി പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ വേദിയാണെന്ന കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം.